കാനഡയുടെ കാലം കഴിഞ്ഞു. കാനഡ അസ്തമിച്ചു. ഇനി ഏത് രാജ്യം? ജർമ്മനി, സ്പെയിൻ മുതലായ രാജ്യങ്ങൾ ഇപ്പോൾ അവസരങ്ങളുമായിട്ട് വന്നിരിക്കുകയാണ്. ഇങ്ങനത്തെ പല വീഡിയോസും നമ്മൾ പലരും കാണുന്നുണ്ട്. അങ്ങനെ ഇരിക്കുന്ന ഈ കാലഘട്ടത്തിൽ പോലും പലരും എൻ്റെ യൂട്യൂബ് വീഡിയോ ഒക്കെ കണ്ടിട്ട് എന്നെ കോൺടാക്റ്റ് ചെയ്യാറുണ്ട്. കമൻ്റായിട്ടും അല്ലെങ്കിൽ പേഴ്സണൽ മെസ്സേജായിട്ടും ഒക്കെ വിളിച്ചിട്ട് എന്നോട് ചോദിക്കാറുണ്ട്, കാനഡയിൽ ഇനി വന്നിട്ട് കാര്യമുണ്ടോ? ഞാനിവിടെ കാനഡയിൽ വരാനായിട്ട് എൻ്റെ ഡോക്യുമെൻറ്റ്സ് പലതും റെഡി ആയിട്ടിരിക്കുവാണ്, എനിക്ക് എന്തെങ്കിലും ഉത്തരം തരൂ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പലരും എന്നെ കോൺടാക്റ്റ് ചെയ്യാറുണ്ട്. എന്നെ അത് വളരെയധികം ഞെട്ടിച്ചൊരു കാര്യമാണ്. കാരണം എന്ന് വെച്ചാൽ ഇത്രയധികം നെഗറ്റീവുകൾ പലരും പല മീഡിയയിൽ കൂടെയും കാനഡയെക്കുറിച്ച് പറഞ്ഞിട്ട് പോലും എന്തുകൊണ്ടാണ് കാനഡയിൽ ഇത്രയധികം ആൾക്കാർ വരാനായിട്ട് ഇങ്ങനെ ഇരിക്കുന്നത്? എന്തിനാണ് ഈ കാനഡയിൽ വരാനായിട്ട് എല്ലാവരും ഇങ്ങനെ ആഗ്രഹിക്കുന്നത്? അങ്ങനെ ഇരിക്കുമ്പോഴാണ് എൻ്റെ ഒരു സബ്സ്ക്രൈബർ, അതായത് എൻ്റെ യൂട്യൂബ് ചാനൽ തുടങ്ങിയപ്പം തൊട്ട് സ്ഥിരമായിട്ട് എൻ്റെ വീഡിയോയ്ക്ക് കമൻറ്റ് ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന ഒരു വ്യക്തി എന്നെ ഒരു പേഴ്സണലായിട്ട് മെസ്സേജ് അയക്കുകയും ഒക്കെ ചെയ്തിട്ട് അദ്ദേഹത്തിന് കാനഡയിലേക്ക് വരാൻ ആഗ്രഹമുണ്ട് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം വിളിക്കുകയുണ്ടായി. അദ്ദേഹമായിട്ട് സംസാരിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലുണ്ടായ അനുഭവങ്ങളും അദ്ദേഹത്തിൻ്റെ കാനഡയെക്കുറിച്ചുള്ള സങ്കല്പങ്ങളും എല്ലാം കേട്ടപ്പോൾ സത്യം പറഞ്ഞ് ഞെട്ടിപ്പോയി. അങ്ങനെ ആ കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനാണ് ഞാൻ ഈ വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത്. പ്രത്യേകിച്ച് 3 കാര്യങ്ങൾ: കാനഡയിലെ എഡ്യൂക്കേഷൻ, കാനഡയിലെ ജോബ് ആൻഡ് കാനഡയിലെ ഹെൽത്ത് കെയർ സിസ്റ്റം. അപ്പം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യം തന്നെ പറയട്ടെ, കാനഡയിലെ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് നമുക്കറിയാം. 2020 ശേഷം ലക്ഷക്കണക്കിന് കുട്ടികളാണ് കാനഡയിലെ ഒരു ഉന്നത വിദ്യാഭ്യാസത്തിന് വേണ്ടി ഇവിടെ വന്നേക്കുന്നത്. PG പ്രോഗ്രാമുകളും ബാച്ചിലേഴ്സ് പ്രോഗ്രാമുകളും യൂണിവേഴ്സിറ്റിയും ഡിപ്ലോമ പ്രോഗ്രാം, അങ്ങനെ പലതരം കോഴ്സുകൾ എടുത്തിട്ട് പലതരം വിദ്യാർത്ഥികൾ കാനഡയിലേക്ക് വരികയുണ്ടായി. ഞാനെപ്പോഴൊക്കെ വിചാരിക്കാറുണ്ട്, എന്തുകൊണ്ടാണ് എല്ലാവരും ഇന്ത്യയിൽ നിന്ന് ഒരു ഹയർ എഡ്യൂക്കേഷൻ കിട്ടാൻ വേണ്ടി കാനഡയിലേക്ക് വരുന്നത്? അവർ പഠിക്കുന്ന മിക്ക പ്രോഗ്രാമുകളും അല്ല മിക്ക കോഴ്സുകളും നാട്ടിലെ ഏതെങ്കിലും ഒരു കോളേജിൽ അവൈലബിൾ ആവും. ഇൻ കേസ് ഇത് കേരളത്തിലല്ലെങ്കിലും വേറെ ഏതെങ്കിലും സ്റ്റേറ്റ്, ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു സ്റ്റേറ്റിൽ ആ കോഴ്സുകളൊക്കെ അവൈലബിൾ ആണ്. എന്നിട്ടും ഈവൻ നമുക്കറിയാം AI പോലത്തെ കോഴ്സുകൾ പോലും ഇപ്പോൾ ഇന്ത്യയിൽ ഇപ്പം ഏതൊരു കോളേജിൽ അവൈലബിൾ ആണ്. എന്നിട്ട് പോലും എന്തുകൊണ്ടാണ് ഇത്രയധികം ലക്ഷക്കണക്കിന് കുട്ടികൾ ഒരു ഉന്നത വിദ്യാഭ്യാസം നേടാൻ വേണ്ടി കാനഡയിലേക്ക് വരുന്നത് എന്ന് നമുക്ക് പലർക്കും അറിയാവുന്നതാണ്. ഇന്ത്യയിലെ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ഭയങ്കര ഇലാബറേറ്റ് ആയിട്ടുള്ളൊരു എഡ്യൂക്കേഷൻ സിസ്റ്റമാണ്. അതായത് നമ്മുടെ ക്ലാസ്സുകൾ നോക്കുകയാണെങ്കിൽ തന്നെ ആഴ്ചയിൽ 5 ദിവസം 6 ദിവസമാണ് ക്ലാസ്സുകൾ. അതും രാവിലെ ഒരു 8 മണി തൊട്ട് വൈകുന്നേരം ഒരു 4 മണി വരെയുള്ള ഒരു ഫുൾ ടൈം കോഴ്സുകളാണ് നമ്മുടെ നാട്ടിലെ ഏത് പ്രോഗ്രാമിൽ എടുത്താലും ഉണ്ടാവുക. അതേസമയം കാനഡയിലെ പ്രോഗ്രാം മിക്കതും ഒരു ആഴ്ചയിൽ 3 ദിവസമോ 4 ദിവസമൊക്കെ മാക്സിമം കാണത്തുള്ളൂ. അതും ഒരു ഹാഫ് ഡേയോ അല്ലെങ്കിൽ ഒരു 4-5 മണിക്കൂർ മാത്രമേ ആ ക്ലാസ്സുകൾ ഉണ്ടാവത്തുള്ളൂ. എന്നിട്ട് പോലും ഇത്ര മഹത്തരമായിട്ടുള്ള കോഴ്സുകൾ നമ്മുടെ നാട്ടിലുള്ളപ്പം എന്തിനാണ് അത് വേണ്ടെന്ന് വെച്ച് കാനഡയിലേക്ക് വന്നിരിക്കുന്നത്? ഈ കാര്യം ഈ കാനഡയിലുള്ള പല വിദ്യാർത്ഥികളുമായിട്ട് ഞാൻ ഡിസ്കസ് ചെയ്യുകയുണ്ടായി. അപ്പോൾ അവരെല്ലാം പറഞ്ഞതിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് അതിൽ അവസാനം ആ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം കിട്ടുന്ന ഒരു സർട്ടിഫിക്കറ്റിൻ്റെ വാല്യൂവിന് വേണ്ടിയാണ് എന്നാണ്. കാരണം നമുക്കറിയാം ഇന്ത്യയിലെ ഡിഗ്രി സർട്ടിഫിക്കറ്റിന് ഉറപ്പായിട്ടൊരു വാല്യൂ ഉണ്ട്. എങ്കിൽ പോലും കാനഡ, USA അല്ലെങ്കിൽ UK, ഓസ്ട്രേലിയ അങ്ങനത്തെ ഏതെങ്കിലും വിദേശ രാജ്യത്തുനിന്ന് കിട്ടിയ സർട്ടിഫിക്കറ്റ് ആയിരിക്കും എപ്പോഴും ഇന്ത്യയിൽ നിന്ന് കിട്ടുന്ന ഒരു സർട്ടിഫിക്കറ്റിനേക്കാൾ കൂടുതൽ വാല്യൂ ഉണ്ടാവുക എന്നതാണ് പല വിദ്യാർത്ഥികളെയും കാനഡയിൽ ഒരു ബെറ്റർ ഒരു ഹയർ എഡ്യൂക്കേഷൻ എടുക്കാനായിട്ട് അവരെ കൂടുതലായിട്ട് മോട്ടിവേറ്റ് ചെയ്യുന്നത്. നമുക്കറിയാം ഇന്ത്യയിലെ കോഴ്സ് കംപ്ലീഷൻ സർട്ടിഫിക്കറ്റും ഉണ്ട്. ഇന്ത്യയിലെ ഏതെങ്കിലും സംസ്ഥാനത്ത് ജോലി കിട്ടും. അതിന് പുറമെ മിഡിൽ ഈസ്റ്റ് കൺട്രീസോ അങ്ങനത്തെ ചില രാജ്യങ്ങളിലും ജോലി കിട്ടും. എന്നാൽ അതിന് പകരം ഒരു UK അല്ലെങ്കിൽ ഒരു ഓസ്ട്രേലിയയോ അല്ലെങ്കിൽ USA പോലത്തെ രാജ്യങ്ങളിൽ ഏതെങ്കിലും ജോലിക്ക് അപ്ലൈ ചെയ്യുമ്പോൾ അതിൻ്റേതായിട്ടുള്ള ഒരു ഇക്വലൻസിയോ അല്ലെങ്കിൽ ഒരു അതിൻ്റെ ഇൻ്റർവ്യൂ പാസ്സാവേണ്ടതായിട്ട് വരും അവിടെ ജോലി ചെയ്യണമെന്നുണ്ടെങ്കിൽ. അതേസമയം കാനഡയിൽ ഒരു എഡ്യൂക്കേഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ കോഴ്സ് കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് കൊണ്ട് പല രാജ്യങ്ങളിലും ഇതിങ്ങനത്തെ ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ തന്നെ ഏതെങ്കിലും ഒരു യൂറോപ്യൻ യൂണിയനിലെ ഏതെങ്കിലും ഒരു രാജ്യത്തും ഒക്കെ വളരെ എളുപ്പമായിട്ട് ജോലി കിട്ടാൻ സാധ്യതയുണ്ട്. ഇതൊക്കെയാണ് ആ വിദേശത്ത് പഠനത്തിന് വേണ്ടി ഈ കുട്ടികളെ ആകർഷിപ്പിക്കുന്ന മെയിൻ കാര്യം എന്ന് പറയുന്നത്. അതേസമയം കാനഡയിൽ നിന്ന് അല്ലെങ്കിൽ അങ്ങനത്തെ രാജ്യങ്ങളിൽ നിന്ന് പഠിക്കുന്ന ഒരു ഡിഗ്രി സർട്ടിഫിക്കറ്റോ അല്ലെങ്കിൽ ഡിപ്ലോമ സർട്ടിഫിക്കറ്റോ കൊണ്ട് അവർക്ക് പല രാജ്യത്തും അപ്ലൈ ചെയ്യാൻ പറ്റും. അങ്ങനെ ആ രാജ്യത്ത് അപ്ലൈ ചെയ്യുന്ന സമയത്ത് അവർക്ക് കൂടുതൽ സാധ്യത കിട്ടുക ആ ഇൻ്റർനാഷണൽ ഡിഗ്രി ഉള്ളതുകൊണ്ടായിരിക്കും. കാരണം എന്ന് വെച്ചാൽ അവർ സ്കിൽസ് ഓറിയൻറ്റഡ് ആയിട്ടും അവരുടെ ജോബ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള കൂടുതലായിട്ടുള്ള പഠന രീതികളായിരിക്കും അവർ ഫോക്കസ് ചെയ്യുന്നത് ഇങ്ങനത്തെ വിദേശ രാജ്യങ്ങളിൽ. അതേസമയം അക്കാഡമിക്കലി കൂടുതൽ സ്ട്രോങ് ആയിട്ടുള്ള വിദ്യാഭ്യാസ രീതിയാണ് നമ്മുടെ ഇന്ത്യയിൽ ഫോളോ ചെയ്യുന്നത്. അപ്പോൾ കാനഡയിൽ വന്ന് പഠിക്കുന്ന വിദ്യാർത്ഥികളോട് ഞാൻ ചോദിച്ചു, നിങ്ങൾക്ക് ഇൻ കേസ് കാനഡയിൽ PR കിട്ടിയില്ലെങ്കിൽ നിങ്ങളുടെ ഫ്യൂച്ചർ പ്ലാൻ എന്താ എന്ന് ചോദിക്കുമ്പോൾ അവർ പറയുന്നത്, നമുക്ക് ഒരു ഇൻ്റർനാഷണൽ ഒരു വാല്യൂ ആയിട്ടുള്ള ഒരു സർട്ടിഫിക്കറ്റ് കയ്യിലുണ്ട്. അതുകൊണ്ട് തന്നെ യൂറോപ്പിലെ ഏതെങ്കിലും സ്ഥലത്തോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രാജ്യത്ത് ഏഷ്യയിലെ തന്നെ പല എക്കണോമിക്കലി
എക്കണോമിക്കലി സ്ട്രോങ് ആയിട്ടുള്ള നല്ല ശമ്പളം തരാൻ പറ്റുന്ന ഏതെങ്കിലും ഒരു രാജ്യത്തേക്ക് ഒരു ജോലിക്ക് അപ്ലൈ ചെയ്യുകയും ആ സ്ഥലത്ത് ജോലി ചെയ്യാനുമാണ് അവർ ആഗ്രഹിക്കുന്നത് എന്നാണ്. ഇനി ഇതിനൊരു ഉദാഹരണമായിട്ട് എൻ്റെ സബ്സ്ക്രൈബറിൻ്റെ കഥയോട് ചേർത്ത് ഞാൻ പറയാം. അദ്ദേഹം നാട്ടിൽ നിന്ന് ഒരു കോളേജിൽ നിന്ന് ബിടെക് കംപ്ലീറ്റ് ചെയ്തായിരുന്നു. അദ്ദേഹത്തിൻ്റെ ചെറുപ്പം തൊട്ടുള്ള ഒരു ആഗ്രഹമായിരുന്നു അമേരിക്കയിൽ ഏതെങ്കിലും സ്ഥലത്ത് പോയി സെറ്റിൽ ചെയ്യണം, അവിടെ ജോലി ചെയ്യണം എന്നൊക്കെ ഉള്ളത്. അതിന് പ്രകാരം ബിടെക് കഴിഞ്ഞപ്പോൾ അദ്ദേഹം H1B വിസയ്ക്ക് വേണ്ടി US അപ്ലൈ ചെയ്തു. പക്ഷേ അദ്ദേഹത്തിന് നിർഭാഗ്യം എന്ന് പറയട്ടെ, അദ്ദേഹത്തിന് എന്തോ കാരണങ്ങൾ കൊണ്ട് ജോലി കിട്ടിയില്ല. അതിനുശേഷം അദ്ദേഹം വിചാരിച്ചു എന്നാൽ MTech കൂടെ കംപ്ലീറ്റ് ചെയ്യാം എന്ന് വിചാരിച്ച് അദ്ദേഹം പിന്നെ MTech കംപ്ലീറ്റ് ചെയ്യാണ് ചെയ്തത്. അങ്ങനെ MTech കഴിഞ്ഞിട്ട് അദ്ദേഹം വീണ്ടും അപ്ലൈ ചെയ്യുന്ന സമയത്താണ് കുറച്ച് റൂൾസിനൊക്കെ വ്യത്യാസം ഉണ്ടായൊക്കെ ചെയ്തത്. അത് കാരണം അദ്ദേഹം പിന്നെ തൊട്ടടുത്ത് കിടക്കുന്ന രാജ്യമായിട്ടുള്ള കാനഡയിലെ എക്സ്പ്രസ് എൻട്രി പോലത്തെ പ്രോഗ്രാമിൽ PR എടുത്തിട്ട് വന്നിട്ട് പിന്നീട് ജോലി തപ്പാം എന്നുള്ള രീതിയിൽ പുള്ളി എക്സ്പ്രസ് എൻട്രിയിൽ അപ്ലൈ ചെയ്യാൻ തുടങ്ങി. ആ സമയത്ത് തന്നെ അദ്ദേഹത്തിന് IELTS ക്രാക്ക് ചെയ്യേണ്ടതായിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഭാര്യയും ഒരു കുട്ടിയും ഒക്കെ ചേർന്നിട്ടായിരുന്നു കാനഡയിലേക്ക് വരാനിരുന്നത്. പക്ഷേ എന്തോ നിർഭാഗ്യം എന്ന് പറയട്ടെ, IELTSന് പുള്ളിക്ക് എക്സ്പ്രസ് എൻട്രി വരാനായിട്ട് ഒരു നല്ല സ്കോർ വേണമായിരുന്നു. ആ സ്കോറിലേക്ക് എത്താൻ അദ്ദേഹത്തിന് സാധിച്ചില്ല. അങ്ങനെ 2020 നമുക്കെല്ലാം അറിയാം, കോവിഡൊക്കെ വന്നു. കോവിഡ് വന്നതിന് ശേഷം എക്സ്പ്രസ് എൻട്രിയിൽ ഡയറക്റ്റ് PR എടുത്തിട്ട് കാനഡയ്ക്ക് വരാനുള്ള അവസരങ്ങളൊക്കെ വളരെ കുറയൊക്കെ ചെയ്തു. പക്ഷേ ആ സമയത്തിന് അദ്ദേഹത്തിന് സ്റ്റുഡൻറ്റ് വിസയിൽ വരാനുള്ള കാശ് ഒന്നുമില്ലായിരുന്നു. അതുകൊണ്ട് അദ്ദേഹം PR വീണ്ടും വരും, അല്ലെങ്കിൽ PRന് വീണ്ടും ഒരു ഓപ്പണിംഗ് വരും എന്നുള്ള രീതിയിൽ അദ്ദേഹം വെയിറ്റ് ചെയ്യായിരുന്നു ഉണ്ടായത്. ആ സമയത്ത് തന്നെ അദ്ദേഹത്തിൻ്റെ കൂടെ ബിടെക് പഠിച്ചുകൊണ്ടിരുന്ന ഒരു കൂട്ടുകാരൻ, ആ കൂട്ടുകാരൻ ഇതുപോലെ സ്റ്റുഡൻറ്റ് വിസയിൽ കാനഡയിലേക്ക് വരികയുണ്ടായി. എൻ്റെ സബ്സ്ക്രൈബറിനോട് വരുന്നോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹത്തിന് പക്ഷേ സാമ്പത്തികമായിട്ട് അത്ര ഒരുമിച്ച് ഇത്രയും വലിയൊരു എമൗണ്ട് കൊടുക്കാൻ ഇല്ല എന്ന കാരണം കൊണ്ട് അദ്ദേഹം നാട്ടിലെ ഒരു IT ഡിപ്പാർട്ട്മെൻറ്റിൽ തന്നെ ഒരു ജോലിയിൽ പ്രവേശിക്കുകയാണ് ചെയ്തത്. അങ്ങനെ 2 വർഷങ്ങൾ കഴിഞ്ഞ് സബ്സ്ക്രൈബറിൻ്റെ സുഹൃത്ത് കോഴ്സുകളെല്ലാം കാനഡയിലെ കോഴ്സെല്ലാം കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ആ സമയത്ത് തന്നെ അദ്ദേഹത്തിന് മനസ്സിലായി കാനഡയിൽ PR കിട്ടാനുള്ള സാധ്യത കുറവാണ് എന്ന് മനസ്സിലാക്കി. മാത്രമല്ല അദ്ദേഹത്തിന് കാനഡയിൽ അങ്ങനെ സ്ഥിരമായിട്ട് നിൽക്കാനുള്ള ആഗ്രഹമൊന്നും ഇല്ലായിരുന്ന കാരണം സബ്സ്ക്രൈബറിൻ്റെ സുഹൃത്ത് മലേഷ്യയിൽ ഒരു ജോബ് ഓപ്പണിംഗ് വന്നപ്പോൾ അദ്ദേഹം ആ സ്ഥലത്തേക്ക് അപ്ലൈ ആണ് ചെയ്തത്. ആ സമയത്ത് എൻ്റെ സബ്സ്ക്രൈബറിനോട് ഇങ്ങനെ ഒരു ജോലി മലേഷ്യയിലുണ്ട്, അപ്ലൈ ചെയ്യുന്നോ എന്ന് ചോദിച്ചു. കാരണം ഇത് ബിടെക്കാർക്കും ഒക്കെ വേണ്ടിയുള്ള ഒരു ജോലിയായിരുന്നു അത്. അങ്ങനെ ഇവർ 2 പേരും ചേർന്ന് ആ മലേഷ്യയിലെ ഒരു കമ്പനിയിലേക്ക് ജോലി അപ്ലൈ ചെയ്യുകയാണ് ചെയ്തത്. പക്ഷേ നിർഭാഗ്യം എന്ന് പറയട്ടെ, കാനഡയിലെ ആ പ്രോഗ്രാം ചെയ്ത ആ സുഹൃത്തിന് മലേഷ്യയിലെ കമ്പനിയിലേക്ക് ജോലി കിട്ടുകയും എൻ്റെ സബ്സ്ക്രൈബർ ആ കമ്പനിയിൽ നിന്ന് റിജക്ഷൻ വരികയും ചെയ്തു. കാരണം അദ്ദേഹം അന്വേഷിച്ചപ്പോൾ മറ്റൊന്നുമായിരുന്നില്ല, കാനഡയിൽ നിന്നുള്ള അദ്ദേഹം പഠിച്ച പ്രോഗ്രാമായിരുന്നു ആ കമ്പനിക്ക് വേണ്ടിയിരുന്നത്. അതായത് ബിടെക്കും MTech ഉള്ള ഇദ്ദേഹത്തിന് ജോലി കിട്ടാൻ സാധ്യത കൂടുതൽ എന്നാണ് അദ്ദേഹം വിചാരിച്ചിരുന്നത്. എങ്കിൽ പോലും കാനഡയിൽ പഠിച്ച് പോസ്റ്റ് ഗ്രാജുവേഷൻ ഡിപ്ലോമ പഠിച്ച ആ പ്രോഗ്രാമായിരുന്നു ആ മലേഷ്യയിലെ കമ്പനിക്ക് ആവശ്യമായിട്ടുണ്ടായിരുന്നത്. മാത്രമല്ല അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഒരു ഇൻ്റർനാഷണൽ ഒരു സർട്ടിഫിക്കറ്റ് ആയിരുന്നു ഉണ്ടായിരുന്നത് എന്നുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ജോലി കിട്ടാനുള്ള സാധ്യത കൂടുതലായിരുന്നു. അങ്ങനെ എൻ്റെ സബ്സ്ക്രൈബർ തളരാതെ തന്നെ വീണ്ടും നല്ലൊരു ജോലിക്ക് വേണ്ടി ശ്രമം നടത്തിക്കൊണ്ടേയിരുന്നു. അങ്ങനെ അദ്ദേഹത്തിന് 2024 അവസാനമൊക്കെ ആയപ്പോഴത്തേക്ക് തിരുവനന്തപുരത്തെ ടെക്നോ പാർക്കിൽ നല്ല ജോലി തന്നെ കിട്ടുകയുണ്ടായി. അതും ഒരുവിധം നല്ല ശമ്പളമായിട്ട്. കാരണം ഇത്രയും നാളത്തെ എക്സ്പീരിയൻസും എല്ലാം കൗണ്ട് ചെയ്തുകൊണ്ടായിരിക്കണം അദ്ദേഹത്തിന് നല്ല ശമ്പളത്തോടു കൂടിയാണ് അവിടെ ജോലിയിൽ പ്രവേശിച്ചത്. അങ്ങനെ അദ്ദേഹത്തിന് രണ്ടാമതൊരു കുട്ടി ഉണ്ടാവുകയും ഒക്കെ ചെയ്തിട്ട് അദ്ദേഹം ഇപ്പം സന്തോഷമായിട്ട് ജീവിക്കുന്ന ഒരു അവസ്ഥയിലിരിക്കുമ്പോഴാണ് അദ്ദേഹം എന്നെ കോൺടാക്റ്റ് ചെയ്യുന്നത്. അദ്ദേഹം ആദ്യം തന്നെ എന്നോട് ചോദിച്ചത് കാനഡയിലേക്ക് വരാനുള്ള അവസരങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളതാണ്. ഇത്രയും ശമ്പളം കിട്ടിയ ഒരാൾ എന്തിനാണ് ഇനിയും കാനഡയിലേക്ക് വരുന്നത്? അതും ഇത്രയധികം നെഗറ്റീവ് കാനഡയെക്കുറിച്ച് നമ്മളെല്ലാവരും കേൾക്കുന്ന സമയത്ത് എന്തിനാണ് അതെല്ലാം കളഞ്ഞിട്ട് കാനഡയിലേക്ക് വരേണ്ടി എന്ന് ഞാൻ അദ്ദേഹത്തിന് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞ ഉത്തരം എന്നെ സത്യം പറഞ്ഞാൽ വളരെയധികം ഞെട്ടിക്കുകയുണ്ടായി. കാരണം അദ്ദേഹം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, പണ്ടത്തെ ആ ജീവിത സാഹചര്യം അല്ല ഇപ്പം നാട്ടിലുള്ളത് എന്നാണ്. ചിലവുകളൊക്കെ വളരെയധികം കൂടി. ഇത് മാത്രമല്ല, ഒരു ജോലിയിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ ജീവിതത്തിലുണ്ടാകുന്ന കുറച്ച് മാറ്റങ്ങളാണ് അതിനെല്ലാം കാരണം. ഉദാഹരണം പറയുകയാണെങ്കിൽ, വർഷങ്ങൾക്ക് മുമ്പ് ഒരാളൊരു നല്ലൊരു ജോലിയിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം മേടിക്കുക ഒരു മോട്ടോർ സൈക്കിളായിരിക്കും. ആ മോട്ടോർ സൈക്കിൾ മേടിച്ച് അദ്ദേഹത്തിന് ജോലി പോയാൽ ആ സൊസൈറ്റിയിൽ അദ്ദേഹത്തിന് ഒരു സ്റ്റാൻഡേർഡും സ്റ്റാറ്റസും ഉണ്ടാവുമായിരുന്നു. വർഷങ്ങൾ കഴിഞ്ഞു, അത് പിന്നീട് മാരുതി 800 ആയി, പിന്നീട് പലതരം മാറ്റങ്ങളും ഉണ്ടായി. ഇന്നിപ്പോൾ നിൽക്കുമ്പോൾ ഒരു നല്ല ജോലി ഉള്ള ഒരാളാണെങ്കിൽ ഒരു സൊസൈറ്റിയിൽ, നമ്മൾ ജീവിക്കുന്ന ഒരു സൊസൈറ്റിയിൽ നമുക്കൊരു വാല്യൂ കിട്ടണം എന്നുണ്ടെങ്കിൽ മിനിമം പ്രീമിയം സെഗ്മെൻറ്റിൽ വരുന്ന ഏതെങ്കിലും ജാപ്പനീസ് വണ്ടിയോ അല്ലെങ്കിൽ ഒരു ജർമ്മൻ വണ്ടിയിലോ ഏതെങ്കിലും തന്നെ മേടിച്ചാൽ നമുക്ക് സൊസൈറ്റിയിൽ ഒരു വാല്യൂ കിട്ടത്തുള്ളൂ.
അതേപോലെ തന്നെ അങ്ങനെ അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളും എല്ലാവരും അങ്ങനത്തെ രീതിയിൽ ജീവിക്കുന്നത് കണ്ടിട്ടാവണം അദ്ദേഹം അങ്ങനത്തെ രീതിയിൽ തന്നെ അഡോപ്റ്റ് ചെയ്യാൻ കാര്യം. ഈ അടുത്ത സമയത്ത് കണ്ടുവരുന്ന ഒരു മാറ്റമാണ് നമ്മുടെ നാട്ടിലെ ഒരു സൊസൈറ്റിയിൽ ഒരു നല്ലൊരു വില കിട്ടണം എന്നുണ്ടെങ്കിൽ നല്ലൊരു ജോലി കിട്ടിയാൽ മാത്രം പോരാ, അദ്ദേഹം ജീവിക്കുന്ന രീതികളിലും എല്ലാം മാറ്റം ഉണ്ടാവണം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു നല്ല കാർ മേടിക്കുകയോ അല്ലെങ്കിൽ ഒരു വലിയൊരു കൊട്ടാരം പോലത്തെ ഒരു വീട് വെച്ചാൽ മാത്രമേ നമ്മുടെ സമൂഹം അവരെ അംഗീകരിക്കത്തുള്ളൂ. മാത്രമല്ല അങ്ങനത്തെ ഒരു രീതിയിൽ ജീവിച്ചില്ല എന്നുണ്ടെങ്കിൽ സൊസൈറ്റി നമ്മളെ വളരെയധികം താഴെയും. ഇതെല്ലാം കേട്ടപ്പോൾ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, നമ്മൾ സൊസൈറ്റിയെ നോക്കേണ്ട ആവശ്യമില്ല, നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കി ജീവിക്കുക. നിങ്ങൾക്ക് പറ്റുന്ന രീതിയിലുള്ള ഒരു വീടോ അഫോർഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു കാറോ ഒക്കെ മേടിച്ച് നിങ്ങൾ നിങ്ങളുടെ സുഖമായിട്ട് ജീവിക്കുക എന്ന് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു. പക്ഷേ അദ്ദേഹം പറഞ്ഞ മറുപടി എന്ന് പറയുന്നത്, അദ്ദേഹം വളരെയധികം ഹാർഡ് വർക്ക് ചെയ്താണ് പഠിച്ചത്, അതും വളരെയധികം സ്വപ്നങ്ങൾ കണ്ടുകൊണ്ട്. അതായത് പഠിത്തം കഴിഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് നല്ലൊരു ജോലി കിട്ടും, അത് കാരണം സാമ്പത്തിക ബുദ്ധിമുട്ടുകളെല്ലാം മാറാം, പേരൻസിനെ സപ്പോർട്ട് ചെയ്യാം, അങ്ങനെ പല കാര്യങ്ങൾ അദ്ദേഹം സ്വപ്നം കണ്ടുകൊണ്ടാണ് ജീവിച്ചത്. പക്ഷേ അദ്ദേഹം പഠിത്തം കഴിഞ്ഞ് ജോലിയിൽ പ്രവേശിച്ചതിന് ശേഷം ഈ സ്വപ്നങ്ങളൊന്നും യാഥാർത്ഥ്യമായില്ല എന്നതാണ് സത്യം. അദ്ദേഹം എന്നോട് പറഞ്ഞ മറ്റൊരു കാര്യം എന്തെന്ന് വെച്ചാൽ, ഇതൊരു സോഷ്യൽ മീഡിയ കാലമാണല്ലോ. സോഷ്യൽ മീഡിയയിലൂടെ അദ്ദേഹം കാണുന്നത് അദ്ദേഹത്തിൻ്റെ കൂടെ പഠിച്ച സുഹൃത്തുക്കളെല്ലാം പല വിദേശ രാജ്യങ്ങളിലും ഒക്കെ പോയിട്ട് പല രീതിയിലുള്ള നല്ല ജീവിതം, അദ്ദേഹം സ്വപ്നം കണ്ടിട്ടുള്ള ജീവിതം അവരാസ്വദിക്കുന്നു എന്നതാണ്. പക്ഷേ ഇതൊന്നും അദ്ദേഹത്തിന് സാധ്യമല്ല എന്നതിലൂടെ അദ്ദേഹത്തിൻ്റെ ജീവിതം ഒരു പരാജയമാണോ എന്നുവരെ അദ്ദേഹത്തിന് തോന്നി തുടങ്ങി. ഇത്രയുമാണ് ജോബിനെ കുറിച്ച് അദ്ദേഹം എന്നോട് പറഞ്ഞത്. ഇനി അദ്ദേഹം അടുത്തായിട്ട് എന്നോട് പറഞ്ഞത് കാനഡയിലെ ഹെൽത്ത് കെയർ സിസ്റ്റത്തെക്കുറിച്ചാണ്. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, എൻ്റെ നേരത്തെ വീഡിയോ താങ്കൾ കണ്ടതല്ലേ, ഹെൽത്ത് കെയർ സിസ്റ്റത്തിനെ കുറിച്ച് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാനഡയിൽ ഒരു 30 ലക്ഷം ആൾക്കാർ ഒരുമിച്ച് വന്നത് കാരണം ഇവിടുത്തെ ഹെൽത്ത് കെയർ സിസ്റ്റം കംപ്ലീറ്റ് താറുമാറായി കിടക്കുക എന്നുള്ളത്. ഒരു അപ്പോയിൻമെൻറ്റ് കിട്ടാൻ മാസങ്ങളോ അല്ലെങ്കിൽ വർഷങ്ങളോ വരെ കാത്തിരിക്കേണ്ട അവസ്ഥയാണ് ഇപ്പം കാനഡയിലുള്ളത് എന്നുള്ളത് ഞാൻ അദ്ദേഹത്തോട് പറയുകയും ചെയ്തു. നമ്മുടെ നാട്ടിലെ ഹെൽത്ത് കെയർ സിസ്റ്റം ലോകത്തിലെ തന്നെ നമ്പർ 1 ഹെൽത്ത് കെയർ സിസ്റ്റം ആണല്ലോ എന്ന്. വിദേശത്തു നിന്നുള്ള പല ആൾക്കാരും നാട്ടിൽ വന്നിട്ടാണ് ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നത്. ഈവൻ കാനഡയിലുള്ള പല ആൾക്കാരും ഒരു വെക്കേഷനൊക്കെ നാട്ടിൽ പോകുമ്പോഴാണ് പല രീതിയിലുള്ള ട്രീറ്റ്മെൻറ്റ്സും എടുക്കുന്നത് എന്ന്. മാത്രമല്ല ഒരു അപ്പോയിൻമെൻറ്റ് കിട്ടാൻ ചിലപ്പം ദിവസങ്ങളോ അല്ലെങ്കിൽ കൂടിപ്പോയ ഒരു ആഴ്ചയോ മാക്സിമം എടുക്കത്തുള്ളൂ നമ്മുടെ നാട്ടിൽ. അതേസമയം കാനഡയിലൊക്കെ ആണെങ്കിൽ അത് മാസങ്ങളും വർഷങ്ങളും എടുക്കും ഒരു അപ്പോയിൻമെൻറ്റ് കിട്ടാൻ. ഇതിന് മറുപടിയായി അദ്ദേഹം ജീവിതത്തിലുണ്ടായ അദ്ദേഹത്തിൻ്റെ സ്വന്തം അനുഭവം എന്നോട് വിവരിക്കുകയുണ്ടായി. അദ്ദേഹത്തിൻ്റെ കുടുംബം എന്ന് പറയുന്ന ഒരു മിഡിൽ ക്ലാസ് ഫാമിലി ആയിരുന്നു. അദ്ദേഹത്തിൻ്റെ ഫാദർ വർഷങ്ങളായി ഗൾഫിൽ ജോലി ചെയ്യുകയും അതിനുശേഷം ഗൾഫിലെ ജോലി മതിയാക്കി അദ്ദേഹം നാട്ടിൽ വന്നിട്ട് ഒരു ഓട്ടോറിക്ഷ ഓടിക്കുകയായിരുന്നു. അങ്ങനെയായിരുന്നു അദ്ദേഹത്തിൻ്റെ കുടുംബം കഴിഞ്ഞു കൂടിയിരുന്നത്. ആ സമയത്താണ് എൻ്റെ സബ്സ്ക്രൈബർ BTech പഠിക്കുകയൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. ആ സമയത്ത് എൻ്റെ സബ്സ്ക്രൈബറിൻ്റെ ഫാദറിന് കുറച്ച് മദ്യപാനമൊക്കെ ഉള്ളതുകൊണ്ടായിരിക്കണം ഒരു കിഡ്നിക്കുള്ള കുറച്ച് പ്രോബ്ലംസ് വരികയും ചെയ്തു. മാത്രമല്ല ഡയബറ്റിക്കുമായിരുന്നു അദ്ദേഹം. അങ്ങനെ അതിന് അതിൻ്റെ ട്രീറ്റ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് ഏകദേശം നല്ലൊരു രൂപ തന്നെ ചിലവായി. ഏകദേശം 5-6 ലക്ഷം രൂപ തന്നെ അദ്ദേഹത്തിൻ്റെ ട്രീറ്റ്മെൻറ്റ്, ഡയാലിസിസും അങ്ങനത്തെ പല ട്രീറ്റ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹത്തിന് ചിലവായി. അതിന് ശേഷവും വീണ്ടും ചിലവുകൾ വന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ വീട് എന്ന് പറയുന്നത് ഓൾറെഡി അദ്ദേഹത്തിൻ്റെ പെങ്ങളുടെ കല്യാണ ആവശ്യങ്ങൾക്ക് വേണ്ടി ബാങ്കിൽ പണയം വെക്കുകയൊക്കെ ചെയ്തിരുന്നതുകൊണ്ട് അതിൽ നിന്ന് കാശെടുക്കാൻ പറ്റാത്തതുകൊണ്ട് പല ബന്ധുക്കളോടും ബാങ്കിൽ പല ലോണിൻ്റെ രീതിയിൽ അപ്ലൈ ഒക്കെ ചെയ്തെങ്കിലും അതിനൊന്നും തക്കതായിട്ടുള്ള എമൗണ്ട് കിട്ടുകയൊന്നും ചെയ്തിട്ടില്ല. അന്ന് അദ്ദേഹത്തിന് മനസ്സിലായ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മുടെ നാട്ടിലെ ഹെൽത്ത് കെയർ സിസ്റ്റം എല്ലാം നല്ലതാണ്, പക്ഷേ അത് പൈസ ഉള്ളവർക്ക് മാത്രം. അദ്ദേഹം അതിൻ്റെ കൂടെ കൂട്ടിച്ചേർക്കുകയും ചെയ്തു. അദ്ദേഹത്തിൻ്റെ ഫാദറിന് കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്യണം എന്ന് ഡോക്ടർമാർ നിർദ്ദേശിച്ചു. പക്ഷേ അതിന് തക്കതായുള്ള പൈസ ഇല്ലാത്തത് കാരണം അത് ചെയ്യാൻ പറ്റിയില്ല. മാത്രമല്ല അതിനുശേഷം അദ്ദേഹത്തിൻ്റെ ഫാദർ മരിക്കുകയുണ്ടായി. അപ്പോൾ അദ്ദേഹം പറഞ്ഞ ഏറ്റവും വലിയ വേദന എന്ന് പറയുന്നത്, നമുക്കൊരു അസുഖം വരുമ്പോൾ അത് ഒരു പൈസ ഇല്ലാത്തത് കാരണം ആ അസുഖത്തിനൊരു ചികിത്സ കൊടുക്കാൻ പറ്റുന്നില്ല എന്നതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ വിഷമം എന്നുള്ളത്. മാത്രമല്ല അദ്ദേഹം എന്നോട് ചോദിച്ചു, കാനഡയിലെ ഇപ്പോൾ ഉള്ള ഹെൽത്ത് സിസ്റ്റത്തിനുണ്ടായിരുന്ന കുഴപ്പങ്ങളെല്ലാം ഈ അടുത്ത സമയത്തുണ്ടായതല്ലേ എന്ന്. സത്യമാണ്. ഒരു 10 വർഷം മുമ്പ് കാനഡയിൽ ഇതുപോലത്തെ വെയിറ്റിംഗ് പീരീഡ് ഒന്നുമില്ലായിരുന്നു. ഒരു ഡോക്ടറെ കാണാനൊക്കെ ദിവസങ്ങളോ വെറും ആഴ്ചകളോ മാത്രം ഉണ്ടായിരുന്നൊരു കാലം ഉണ്ടായിരുന്നു. പക്ഷേ ഇത്രയധികം ആൾക്കാർ ഒരുമിച്ച് വന്നതുകൊണ്ടാണ് ഇപ്പോൾ അറ്റ് പ്രസൻറ്റ് ഒരു അപ്പോയിൻമെൻറ്റ് കിട്ടാനും ഒരു സർജറി ചെയ്യാനൊക്കെ ഡിലേ ഉണ്ടാകുന്നത്. കാനഡ ഗവൺമെൻറ് ഓൾറെഡി ഇപ്പം തന്നെ ഇഷ്ടം പോലെ ഹോസ്പിറ്റൽസ് അവർ പണി സ്റ്റാർട്ട് ചെയ്യുകയൊക്കെ ഉണ്ടായി. വരുന്ന ഒരു 5 വർഷത്തിനുള്ളിൽ തന്നെ എല്ലാ സ്ഥലത്തും ഒരു എക്സ്ട്രാ 2-3 ഹോസ്പിറ്റൽസ് വീതം അവരുടെ പണി പൂർത്തീകരിക്കുകയും അതിനുശേഷം പഴയ കണ്ടീഷൻ പോലെ തന്നെ കൂടിപ്പോയ ഒരു ദിവസങ്ങളോ അല്ലെങ്കിൽ ആഴ്ചകളോ മാത്രം എടുത്ത് ഡോക്ടറെ കാണാനും ഒക്കെ സാധിക്കും.
നമ്മുടെ നാട്ടിലൊരു ഹാർട്ട് സർജറിയോ അല്ലെങ്കിൽ ഒരു കിഡ്നി ട്രാൻസ്പ്ലാന്റേഷനോ ചെയ്യാൻ എത്രയോ ലക്ഷങ്ങൾ വരും, അത് പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ. അതല്ല, ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോയാൽ പോലും ഒരു നിശ്ചിതമായൊരു തുക ചിലവാകും. അതേസമയം അദ്ദേഹം കാനഡയിൽ കാണുന്ന മേന്മ എന്ന് പറയുന്നത് ഈ ട്രീറ്റ്മെൻ്റ് എല്ലാം കംപ്ലീറ്റ്ലി ഒരു PR ഉള്ള ഒരാൾക്കോ അല്ലെങ്കിൽ സിറ്റിസൺ ഉള്ള ഒരാൾക്കോ ഫ്രീ ആണ് എന്നുള്ളതാണ്. മാത്രമല്ല, നാളെ അദ്ദേഹത്തിൻ്റെ ഫാദറിനുണ്ടായ ഒരു പോലത്തെ ഒരു കണ്ടീഷൻ പുള്ളിക്ക് ഉണ്ടായിക്കൂടാ എന്നില്ല. അങ്ങനെ വന്നു കഴിഞ്ഞാൽ പുള്ളി ഈ സാമ്പത്തികമായിട്ടുള്ള ഈ പ്രതിസന്ധി എങ്ങനെ മറികടക്കും എന്ന് അദ്ദേഹത്തിന് ഭയങ്കരമായ ഭയപ്പാടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഇത്രയും നല്ല ശമ്പളം ഉണ്ടായിട്ട് പോലും അദ്ദേഹത്തിന് ഇങ്ങനൊരു പ്രതിസന്ധി ജീവിതത്തിലുണ്ടായാൽ അദ്ദേഹം കൂട്ടിയാൽ കൂടില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹം എന്നോട് പറഞ്ഞു, നമ്മുടെ നാട്ടിലെ നല്ല രീതിയിൽ സാമ്പത്തിക ഭദ്രതയുള്ള കുടുംബങ്ങൾക്ക് ഇങ്ങനെ വരുന്ന ഭീമമായിട്ടുള്ള ചിലവുകൾ ഒന്നും വലിയ കുഴപ്പമില്ല. പക്ഷേ അദ്ദേഹത്തിനെ പോലെയുള്ള ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയിൽപ്പെട്ട ഒരാൾക്ക് ഇങ്ങനെ വരുന്ന ചിലവുകൾ അത് താങ്ങാവുന്നതിലപ്പുറമാണ്. സാമ്പത്തികമില്ല എന്ന പേരിൽ സ്വന്തം കുടുംബത്തിലെ ഒരാളെ മരിക്കാനായിട്ട് വിടുക എന്ന് പറയുന്നതിന് അത്ര വേദന വേറെ ഒന്നിനുമില്ല. കാനഡയെക്കുറിച്ച് ഇത്രയധികം നെഗറ്റീവ് ഉണ്ടെങ്കിലും അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിൻ്റെ ജീവിതാനുഭവമാണ് അദ്ദേഹത്തിന് മുന്നിലുള്ളത്. കാരണം അദ്ദേഹം അനുഭവിച്ച കാര്യങ്ങളെന്ന് പറയുന്നത് അത് ഭയങ്കര വേദനാജനകം തന്നെയാണ്. ശരിയായിരിക്കാം, ഇത് ബാക്കിയുള്ളവരൊന്നും ബാധിക്കുന്നുണ്ടാകത്തില്ല, ബാക്കിയുള്ളവർക്കൊന്നും ഇതൊരു പ്രശ്നമേ ആയിരിക്കത്തില്ല. പക്ഷേ അദ്ദേഹം കടന്നുപോയ ആ സാഹചര്യം എന്ന് പറയുന്നത് അതൊരിക്കലും തിരിച്ചു കിട്ടുന്നതല്ല. അദ്ദേഹത്തോട് ഞാൻ അധികം തർക്കിക്കാൻ നിന്നില്ല. അദ്ദേഹം അവസാനമായിട്ട് എന്നോട് പറഞ്ഞത്, ഓരോരുത്തർക്കും ഓരോ കാരണങ്ങളായിരിക്കും കാനഡയിലേക്ക് വരാനും അതേസമയം കാനഡയിൽ നിന്ന് തിരിച്ചു പോകാനും. ഇത്രയൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ കാരണങ്ങൾ ചൂണ്ടിക്കാണിക്കുന്ന അദ്ദേഹത്തിന് കാനഡയിലേക്ക് വരാൻ എന്നുള്ളത്. അപ്പോൾ എനിക്ക് തോന്നി, ഇങ്ങനത്തെ ഒരു വ്യക്തിയാണ് കാനഡയിൽ വരേണ്ടത്, ഇങ്ങനത്തെ ഒരു വ്യക്തിക്കാണ് കാനഡ ആവശ്യമുള്ളത് എന്നുള്ളത്. അപ്പം എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പം പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ ഇറ്റ്സ് മീ AJ സൈനിങ് ഓഫ്. ബൈ.